SBIയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിലേക്കുള്ള അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. 15,000 മുതൽ 15 ലക്ഷം വരെയാണ് സ്കോളർഷിപ്പ് എമൗണ്ട്. താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡീറ്റെയിൽസ് നോക്കാം. എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ബാക്ക് ടു മിനു ടോക്കീസ്. SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026-27 അപേക്ഷകൾ വിളിച്ചിട്ടുണ്ട്. ഇതിലേക്ക് 9ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്നവർക്കും ഡിഗ്രിക്ക് പഠിക്കുന്നവർക്കും PGക്ക് പഠിക്കുന്നവർക്കും മെഡിക്കൽ സ്റ്റുഡൻസിനും IIT IIM കൂടാതെ ഓവർസീസ് സ്റ്റുഡൻസിനും അപ്ലൈ ചെയ്യാവുന്നതാണ്. 15,000 തൊട്ട് 15 ലക്ഷം വരെയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത്. അപ്ലൈ ചെയ്യാനായിട്ട് കുറച്ച് ക്രൈറ്റീരിയകളൊക്കെ ഉണ്ട്. എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓൺലൈനായിട്ടാണ് അപ്ലൈ ചെയ്യേണ്ടത്. ഈ ഒരു സ്കോളർഷിപ്പിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് പഠനത്തിൽ മുന്നോട്ട് നിൽക്കുന്ന എന്നാൽ സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഒരു കൈത്താങ്ങ് എന്ന രീതിയിലാണ്. അപ്പോൾ ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള സൈറ്റ് എന്ന് പറയുന്നത് SBI-asha-scholarship.co.in ആണ്. അപ്ലൈ ചെയ്യേണ്ട അവസാന തീയതി സെപ്റ്റംബർ 4 ആണ്. എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് വിശദമായിട്ട് നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. അപ്പോൾ വീഡിയോ ഫുള്ള് കാണുക, എങ്ങനെയാണെന്ന് നോക്കാം. ഇതുപോലുള്ള വീഡിയോസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. SBI പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പ് 2026 അപേക്ഷകൾ വിളിച്ചിട്ടുള്ളത്. ഇതിലേക്ക് നേരത്തെ പറഞ്ഞ പോലെ തന്നെ എക്കണോമിക്കലി വീക്കർ ബാക്ക്ഗ്രൗണ്ട് ഉള്ള എന്നാൽ പഠിക്കാൻ മിടുക്കരായിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഗ്രാം നടത്തുന്നത്. ഇതിലേക്ക് 9ാം ക്ലാസ് മുതൽ പഠിക്കുന്ന കുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഓരോ കാറ്റഗറി അനുസരിച്ച് നമുക്ക് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം സ്കൂൾ സ്റ്റുഡൻസ് ആണ്. ക്ലാസ് 9 തൊട്ട് 12 വരെ. ഇവിടെ സ്കോളർഷിപ്പ് എമൗണ്ട് കിട്ടുന്നത് ഇവർക്ക് 15,000 രൂപയായിരിക്കും. 15,000 രൂപയാണ് സ്കോളർഷിപ്പ് എമൗണ്ട് ലഭിക്കുന്നത്. ഇവിടെ കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. കണ്ടീഷൻസ് വേണ്ടത് പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 65% മാർക്ക് ഉണ്ടായിരിക്കണം. PWBD ആണെങ്കിൽ 60% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ ഈ കുട്ടികളുടെ ആനുവൽ ഫാമിലി ഇൻകം എന്ന് പറയുന്നത് 3 ലക്ഷം രൂപയ്ക്ക് താഴെയായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. അതുപോലെ തന്നെ റിസർവേഷനുണ്ട്. റിസർവേഷൻ വരുന്നത് 50% ഫോർ വുമൺ, 50% ഓഫ് സീറ്റ് ഫോർ മെൻ, 25% ഫോർ SC കാൻഡിഡേറ്റ്സ്, 25% ഫോർ ST കാൻഡിഡേറ്റ്സ്, പിന്നെ PWBD കാൻഡിഡേറ്റ്സിന് 5% റിസർവേഷനും ഉണ്ട്. ഇത് എല്ലാ കാറ്റഗറിയിലും ഉണ്ട്. ഇതിലേക്ക് നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടതെന്നുള്ളത് നമ്മൾ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നെ പറയാം. എന്നാലും ജസ്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 8ാം ക്ലാസ്സിൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, സ്കൂൾ ബോണഫൈഡ് സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്. SBIയുടെ ആണെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും, ഏത് ബാങ്കിൻ്റെ ആയാലും കുഴപ്പമില്ല, പാസ്പോർട്ട് ഫോട്ടോ. ഇത്രയും ഡീറ്റെയിൽസ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഇതാണ് സ്കൂൾ സ്റ്റുഡൻസിൻ്റെ കാര്യം വരുന്നത്. ഇനി അടുത്ത കാറ്റഗറി നോക്കാം. അടുത്തത് അണ്ടർ ഗ്രാജുവേറ്റ് സ്റ്റുഡൻസിനാണ്. അതായത് ഡിഗ്രി പഠിക്കുന്നവർക്ക് സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് 75,000 രൂപയായിരിക്കും. ഇവിടെയും കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ പ്രീവിയസ് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 65% ഉണ്ടായിരിക്കണം. PWBD ആണെങ്കിൽ 60% ഉണ്ടായിരിക്കണം. ഫാമിലി ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6 lakhs റുപ്പീസിൽ താഴെയായിരിക്കണം. 6 ലക്ഷം രൂപയ്ക്ക് താഴെയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. NIRFൻ്റെ ഓവറോൾ റാങ്കിങ്ങിൽ ആദ്യത്തെ 30 റാങ്കിൽ വരുന്ന കോളേജിലായിരിക്കണം. അല്ലെങ്കിൽ NAACയുടെ A അക്രഡിഷനുള്ള കോളേജുകളായിരിക്കണം. ഇങ്ങനെയാണെന്നുണ്ടെങ്കിലാണ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ പറഞ്ഞ റാങ്കിങ്ങൊക്കെ ഉള്ള കോളേജിലാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യാനായിട്ട് വേണ്ട ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കുകയാണെങ്കിൽ +2ൻ്റെ മാർക്ക് ഷീറ്റ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ഡിഗ്രി ഏത് ഇയർ ആണെന്ന് വെച്ചാൽ ആ പ്രീവിയസ് ഇയറിൻ്റെ സെമസ്റ്റർ മാർക്ക് ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അതും കൂടി അപ്ലോഡ് ചെയ്യണം. പിന്നെ ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, കോളേജ് ബോണഫൈഡ് അല്ലെങ്കിൽ അഡ്മിഷൻ ലെറ്റർ, ഫീ റെസീറ്റ്, നിങ്ങൾ ഫീസ് അടച്ചൊരു റെസീറ്റ് ഉണ്ടായിരിക്കണം, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ. ഇത്രയാണ് ഡിഗ്രി പഠിക്കുന്നവർക്ക് വേണ്ടത്. ഇനി നെക്സ്റ്റ് നമുക്ക് PG നോക്കാം. PG സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് എമൗണ്ട് വരുന്നത് 1,50,000 രൂപയായിരിക്കും. ഇവിടെയും പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. SC ST ആണെങ്കിൽ 65% ഉണ്ടായിരിക്കണം. PWBD ആണെങ്കിൽ 60% ഉണ്ടായിരിക്കണം. ഫാമിലിയുടെ ആനുവൽ ഇൻകം എന്ന് പറയുന്നത്
6 lakhs ആയിരിക്കണം. 6 ലക്ഷം രൂപയിൽ താഴെയായിരിക്കണം. ഇവിടെയും നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ പഠിക്കുന്ന കോളേജ് എന്ന് പറയുന്നത് NIRFൻ്റെ റാങ്കിങ്ങിൽ ടോപ്പ് 300-നകത്ത് വരുന്നത് അല്ലെങ്കിൽ NAACയുടെ A അക്രഡിറ്റേഷനുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് ഗ്രാജുവേഷൻ ആൻഡ് സെമസ്റ്റർ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, അഡ്മിഷൻ ലെറ്റർ, ഫീ റെസീറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് സൈസ് ഫോട്ടോ. ഇത്രയാണ് ഡോക്യുമെൻ്റ് വേണ്ടത്. ഇനി മെഡിക്കൽ സ്റ്റുഡൻസ് ആണെന്നുണ്ടെങ്കിൽ സ്കോളർഷിപ്പ് എമൗണ്ട് 2 lakhs ആണ്. ഇവിടെയും പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. റിസർവേഷൻ അനുസരിച്ച് SC/STക്ക് 65%, PWBDക്ക് 60% മതി എല്ലാ കാറ്റഗറിയിലും. ഫാമിലി ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 6 lakhs താഴെയായിരിക്കണം. അതുപോലെ തന്നെ കറൻ്റ്ലി പെർസ്യൂവിങ് MBBS അറ്റ് എയിംസ് അല്ലെങ്കിൽ NIRFൻ്റെ മെഡിക്കൽ കോളേജുകളിൽ ടോപ്പ് 50 വരുന്ന ഏതെങ്കിലും കോളേജിലായിരിക്കണം പഠിക്കേണ്ടത്. കൂടാതെ നിങ്ങൾക്ക് വാലിഡ് നീറ്റിൻ്റെ സ്കോർ കാർഡ് ഉണ്ടായിരിക്കണം. ഫ്രം ദ കറണ്ട് ഓർ പ്രീവിയസ് അക്കാഡമിക് ഇയറിൻ്റെ നിങ്ങൾ നീറ്റ് എഴുതിയതിൻ്റെ സ്കോർ കാർഡും കൂടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതും കൂടി അപ്ലൈ ചെയ്യുമ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ പറഞ്ഞ സ്കോളർഷിപ്പ് കിട്ടുന്നത്. നമുക്ക് നോക്കാം. ഡോക്യുമെൻറ്റ്സ് വേണ്ടത് നീറ്റ് സ്കോർ കാർഡ്, +2ൻ്റെയും മുന്നോട്ടുള്ള സെമസ്റ്റേഴ്സിൻ്റെയൊക്കെ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, മെഡിക്കൽ കോളേജ് ബോണഫൈഡ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ. ഇത്രയാണ് വേണ്ടത്. അപ്പോൾ ഇതിൽ പറഞ്ഞിട്ടുള്ളത് ഈ മെഡിക്കൽ എന്ന് പറയുന്നത് സ്ട്രിക്ട്ലി MBBS സ്റ്റുഡൻസിന് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ BDSO, BSc നേഴ്സിങ്ങോ BPharm ഒക്കെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ UG കാറ്റഗറിയിൽ വേണം അപ്ലൈ ചെയ്യാനായിട്ട്. അതായത് ഡിഗ്രി ലെവലിൻ്റെ കാറ്റഗറിയിലാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. ഇത് സ്ട്രിക്ട്ലി ഫോർ MBBS സ്റ്റുഡൻസിന് വേണ്ടിയാണ്. ഇനി അടുത്തത് IIT സ്റ്റുഡൻസിന് വേണ്ടിയാണ്. JEE അഡ്വാൻസ്ഡ് സ്കോളർഷിപ്പ് എമൗണ്ട് 2 lakhs ആണ്. നിങ്ങൾ കറൻ്റ്ലി പെർസ്യൂയിങ് സ്റ്റഡീസ് ഇൻ വൺ ഓഫ് ദി 23 IITs അക്രോസ് ഇന്ത്യ. ഇന്ത്യയിലുള്ള 23 IITസിലായിരിക്കണം പഠിക്കേണ്ടത്. പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. ആനുവൽ ഇൻകം 6 lakhs താഴെയായിരിക്കണം. ഇവിടെയും നിങ്ങൾക്ക് വാലിഡ് ആയിട്ടുള്ള JEE അഡ്വാൻസ്ഡ് സ്കോർ കാർഡ് ഉണ്ടായിരിക്കണം. ഇതാണ് ക്വാളിഫിക്കേഷൻ വരുന്നത്. ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്യേണ്ടത് JEE അഡ്വാൻസ് സ്കോർ കാർഡ്, IIT എൻറോൾമെൻറ്റ് ലെറ്റർ അല്ലെങ്കിൽ ബോണഫൈഡ്, സെമസ്റ്റർ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ. ഇതിൽ പറഞ്ഞിട്ടുണ്ട് സ്റ്റുഡൻസ് പെർസ്യൂയിങ് BTech കോഴ്സസ് അറ്റ് നോൺ IIT ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ UG കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്. അടുത്തത് IIM സ്റ്റുഡൻസിന് വേണ്ടിയുള്ളതാണ്. സ്കോളർഷിപ്പ് എമൗണ്ട് 5 lakhs ആണ്. ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത് ഇന്ത്യയിലുള്ള 22 IIMസിലായിരിക്കണം. പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. ഫാമിലി ആനുവൽ ഇൻകം 6 lakhs താഴെയായിരിക്കണം. വാലിഡ് CAT സ്കോർ കാർഡ് ഉണ്ടായിരിക്കണം. അപ്പോൾ ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടത് CAT സ്കോർ കാർഡ്, IIM അഡ്മിഷൻ ഓർ ബോണഫൈഡ് ലെറ്റർ, സെമസ്റ്റർ മാർക്ക് ഷീറ്റ്, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്, പാസ്പോർട്ട് ഫോട്ടോ. ഇനി അടുത്തത് ഓവർസീസ് സ്റ്റഡീസിന് വേണ്ടിയിട്ടുള്ളതാണ്. പുറത്ത് പഠിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണിത്. ഇവിടെ സ്കോളർഷിപ്പ് എമൗണ്ട് 15 lakhs ആണ്. 15 ലക്ഷം രൂപ ഇന്ത്യൻ നാഷണൽസിന് മാത്രമാണ് കിട്ടുന്നത്. പ്രീവിയസ് അക്കാഡമിക് ഇയറിൽ 75% മാർക്ക് ഉണ്ടായിരിക്കണം. കറൻ്റ്ലി പെർസ്യൂയിങ് ഓർ ഹോൾഡിംഗ് എ വാലിഡ് ഓഫർ ലെറ്റർ ഫോർ PG. അതായത് PGക്ക് നിങ്ങൾ പുറത്ത് പോകാനായിട്ട് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു വാലിഡായിട്ടൊരു ഓഫർ ലെറ്റർ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. അറ്റ് QS ടോപ്പ് 200 യൂണിവേഴ്സിറ്റി, QSൻ്റെ ടോപ്പ് 200 യൂണിവേഴ്സിറ്റിക്ക് അകത്ത് വരുന്ന യൂണിവേഴ്സിറ്റിയിലായിരിക്കണം നിങ്ങൾ പഠിക്കാനായിട്ട് പോകേണ്ടത്. അങ്ങനെയാണെങ്കിലാണ് കിട്ടുന്നത്. ഫാമിലി ആനുവൽ ഇൻകം 6 lakhs താഴെയായിരിക്കണം. കൂടാതെ നിങ്ങളുടെ കയ്യിൽ വാലിഡ് ആയിട്ടുള്ള GRE അല്ലെങ്കിൽ GMAT ഓർ MCAT ഓർ LNAT ഓർ LSAT സ്കോർ കാർഡ് ഉണ്ടായിരിക്കണം. ഇവിടെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. SC/ST ആണെങ്കിൽ മാൻഡേറ്ററി ആയിട്ട് ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റിയുടെ ഓഫർ ലെറ്റർ ഉണ്ടായിരിക്കണം. സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പർപ്പസ്, ഇംഗ്ലീഷ് പ്രൊഫഷ്യൻസി സ്കോർ കാർഡ് അതായത് IELTS അല്ലെങ്കിൽ TOEFL ഉണ്ടായിരിക്കണം. QS ഓർ THE റാങ്കിങ് പ്രൂഫ് ഉണ്ടായിരിക്കണം. പാസ്പോർട്ട് ആൻഡ് വിസ, ആധാർ കാർഡ്, ഇൻകം സർട്ടിഫിക്കറ്റ്, ബാങ്ക് പാസ്ബുക്ക്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങൾ ഈ കാറ്റഗറിയിലാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ കയ്യിൽ ഉണ്ടാവേണ്ടത്. ഇത്രയും ഡോക്യുമെൻറ്റ്സ് അപ്ലോഡ് ചെയ്യേണ്ടതാണ്.
അപ്പോൾ ഇത്രയും കാറ്റഗറിയിലാണ് അപേക്ഷ വിളിച്ചിട്ടുള്ളത്. ഓരോ കാറ്റഗറിക്കും ഡിഫറെൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഒക്കെയാണ് അപ്ലോഡ് ചെയ്യേണ്ടത്. അതനുസരിച്ചിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. ഇനി നമുക്ക് ആപ്ലിക്കേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. അപ്ലൈ ചെയ്യാനായിട്ട് നിങ്ങൾ ആദ്യമേ സൈറ്റിൽ കയറുക. സൈറ്റ് എന്ന് പറയുന്നത് SBI-asha-scholarship.co.in ആണ്. സൈറ്റ് ഓപ്പൺ ചെയ്യുക. എന്നിട്ട് അവിടെ നിങ്ങൾ അപ്ലൈ നൗ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അവിടെ ലോഗിൻ ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഫോം കിട്ടും. ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാവുന്ന ഡീറ്റെയിൽസൊക്കെ തന്നെ. അത് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ ക്ലിയർ ആയിട്ടുള്ള കോപ്പീസ് നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. ഡോക്യുമെൻറ്റ്സ് എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞതാണ്. ഈ ഡോക്യുമെൻറ്റ്സിൻ്റെയൊക്കെ കോപ്പിയാണ് നിങ്ങൾ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത്. എന്നിട്ട് ടേംസ് ആൻഡ് റിവ്യൂ ഒക്കെ അക്സെപ്റ്റ് ചെയ്ത് കൊടുക്കുക. ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുക. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. ഒന്നുകൂടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അക്കാഡമിക് റെക്കോർഡ്സിന് വേണ്ടത് 10ാം ക്ലാസ് +2 സെമസ്റ്റർ വൈസ് ഒക്കെയുള്ള മാർക്ക് ഷീറ്റാണ് വേണ്ടത്. ഐഡൻറ്റിറ്റി പ്രൂഫായിട്ട് വരുന്നത് ആധാർ കാർഡ്, കൂടാതെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ഉണ്ടായിരിക്കണം. ഫിനാൻഷ്യൽ ഡോക്യുമെൻ്റ് എന്ന് പറയുന്നത് ഇൻകം സർട്ടിഫിക്കറ്റ് ആണ്. ഇൻകം സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഫോം 16A അല്ലെങ്കിൽ സാലറി സ്ലിപ്പൊക്കെയാണ് വരുന്നത്. പിന്നെ ബാങ്ക് പാസ്ബുക്ക് വേണം. SBIയുടെ പാസ്ബുക്ക് ആണെങ്കിൽ പ്രിഫറൻസ് ഉണ്ടായിരിക്കും. SBIയിൽ അക്കൗണ്ട് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ മുൻഗണന ഉണ്ടായിരിക്കും. ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇനി അഡ്മിഷൻ പ്രൂഫ് എന്ന് പറയുന്നത് ബോണഫൈഡ് അല്ലെങ്കിൽ അഡ്മിഷൻ പ്രൂഫ് ഫ്രം യുവർ ഇൻസ്റ്റിറ്റ്യൂഷൻ. നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ നിന്നുള്ള അഡ്മിഷൻ പ്രൂഫാണ് നിങ്ങൾ അപ്ലോഡ് ചെയ്യേണ്ടത്. ആൻഡ് ലേറ്റസ്റ്റ് ഫീ റെസീറ്റ് ഓർ ഫീ സ്ട്രക്ചർ. ഡിഗ്രിയൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ ഫീ റെസീറ്റും കൂടി അപ്ലോഡ് ചെയ്യണം. പേഴ്സണൽ ഡോക്യുമെൻ്റ് വരുന്നത് കാസ്റ്റ് സർട്ടിഫിക്കറ്റ്. അത് ഈ നമ്മുടെ ഓവർസീസ് സ്റ്റുഡൻസിനാണ് വരുന്നത്. കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കണം. ആൻഡ് എ ഹോം ഓർ ഫാമിലി ഫോട്ടോഗ്രാഫ് ഓഫ് ദ ആപ്ലിക്കൻ്റ് ഒരു ഫാമിലി ഫോട്ടോഗ്രാഫും കൂടെ ഉണ്ടായിരിക്കണം. അഡീഷണൽ ഡോക്യുമെൻ്റ് വരുന്നത് കാറ്റഗറി അനുസരിച്ചുള്ള എൻട്രൻസിൻ്റെ സ്കോർ കാർഡുകൾ, ഓഫർ ലെറ്റർ, PWD ആണെങ്കിൽ ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെയാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സ് ആണ് നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കേണ്ടത്. കാറ്റഗറി അനുസരിച്ച് വ്യത്യാസം വരുന്നതാണ്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ആപ്ലിക്കേഷൻ അവസാനിക്കുന്ന ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 4, 2026 ആണ്. ഇത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഡോക്യുമെൻറ്റ്സ് എല്ലാം റെഡിയാക്കിയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 4 ആണ് ലാസ്റ്റ് ഡേറ്റ് വരുന്നത്. നിങ്ങൾക്കിനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. നമ്മൾ മുന്നേയുള്ള വർഷങ്ങളൊക്കെ തന്നെ ഇതിനെക്കുറിച്ചുള്ള വീഡിയോസ് ചെയ്യുന്നതാണ്. എല്ലാ വർഷവും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതാണ് കറണ്ട് ഇയറിൽ വന്നിട്ടുള്ളത്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി. സംശയമുള്ളത് ക്ലിയർ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഇത്തരം കാര്യങ്ങളേ ഉള്ളൂ. SBIയുടെ പ്ലാറ്റിനം ജൂബിലി ആശാ സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള സ്റ്റുഡൻസിന് ഓൺലൈനായിട്ട് തന്നെ അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്ലൈ ചെയ്യേണ്ട സൈറ്റ് നമ്മൾ പറഞ്ഞതാണ് SBI-asha-scholarship.co.in. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആണെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും അപ്ലൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഡെയിലി ഇതുപോലുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് കാണാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.